രൂപയ്ക്ക് ബിരിയാണി കഴിച്ചാലോ? എൻ്റെ വീട് തൃശ്ശൂരാട്ടോ. എനിക്ക് തൃശ്ശൂരിൽ കാലൂത്തി അപ്പം തൃശ്ശൂർ ഭാഷ കയറി വരും. എന്താണാവോ, കോഴിക്കോട് നിന്ന് വരുന്ന വഴിയാണ്. അപ്പം ഞങ്ങൾ കോഴിക്കോട് ഇത്രയും നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാകുന്ന സ്ഥലമാണെങ്കിൽ പോലും ഞാൻ മാമാ ബസാറുള്ള ബിരിയാണി കടയ്ക്കാട്ടോ എത്തിയുള്ളത്. ഗുരുവായൂർ വരുന്ന ഒരു ഗുരുവായൂരിൽ നിന്ന് നമ്മുടെ തൃശ്ശൂരിലേക്ക് വരുന്ന വഴി ഒരു മാമാ ബസാർ എന്ന് പറഞ്ഞ സെൻറ്ററിൽ ഇറങ്ങുക. ഡയറക്റ്റ് കാണുന്ന കട തന്നെ കേട്ടാ, മുരളി ഹോട്ടൽ എന്ന് പറയും. നമ്മുടെ ബിരിയാണിക്ക് ഫേമസ് ആയിട്ടുള്ള കടയാണ്. അവിടെ 50 രൂപ മുതലാണ് ബിരിയാണി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബീഫ് ബിരിയാണി 80 രൂപയാണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ബീഫ് ബിരിയാണി 250 രൂപ. അപ്പോൾ 100 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം ലാവിഷായിട്ടുള്ള ബിരിയാണി കഴിക്കാൻ പറ്റുണ്ടോ. ഞാൻ എത്തിയ സമയം കുറച്ച് കടന്നു പോയി, അതുകൊണ്ട് തന്നെ ബീഫ് ബിരിയാണി എനിക്ക് കിട്ടിയില്ല. ബീഫ് ബിരിയാണി ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചിക്കൻ ബിരിയാണിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. അങ്ങനെ ഞാൻ വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുന്ന സമയത്തുണ്ടായി നമ്മുടെ ബിരിയാണിയുടെ പ്ലേറ്റ് അങ്ങോട്ട് ഫ്രണ്ടിൽ വന്ന് നിന്ന് ആമ്പ കിഡു ബിരിയാണി എന്ന് പറഞ്ഞാൽ പറയാനൊന്നും ബാക്കിയില്ല. എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു കേട്ടോ. അത്യാവശ്യം വലിയൊരു പീസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ബിരിയാണിയിൽ. 70 രൂപയുടെ ബിരിയാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ബിരിയാണി ആയിരുന്നു കേട്ടോ. കുറേ ഞാൻ കഴിച്ച് എനിക്ക് വയ്യാണ്ടായിപ്പോയി. അത്ര അടിപൊളിയായിരുന്നു കേട്ടോ. ബിരിയാണിയുടെ കൂടെ